സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷാ നടപടികളിൽ സുപ്രധാന മാറ്റം നടപ്പിലാക്കി മോട്ടോർ വാഹന വകുപ്പ്. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഭാഗത്തിലെ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ പ്രധാന ഘടകമായ എച്ച് ടെസ്റ്റിൽ ഇനി മുതൽ റിവേഴ്സ് ഗിയറിലിട്ട് വാഹനം നിയന്ത്രിക്കുമ്പോൾ റിയർ വ്യൂ റിവേഴ്സ് ക്യാമറ ഉപയോഗിക്കാൻ അനുമതി ലഭിക്കും. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ വന്ന പുതിയ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലും ഈ മാറ്റം നടപ്പിലാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതുവരെ ഡ്രൈവിംഗ് ടെസ്റ്റിനിടെ വാഹനത്തിന്റെ വശങ്ങളിലും ഉൾഭാഗത്തെയും റിയർ വ്യൂ മിററുകൾ മാത്രം ഉപയോഗിച്ചായിരുന്നു വാഹനം പിന്നോട്ട് ഓടിക്കേണ്ടിയിരുന്നത്. റിയർ വ്യൂ ക്യാമറയുടെ സഹായം സ്വീകരിക്കുന്നത് അനുവദിച്ചിരുന്നില്ല. എന്നാൽ ആധുനിക വാഹനങ്ങളിൽ സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായി റിവേഴ്സ് ക്യാമറകളും പാർക്കിംഗ് സെൻസറുകളും വ്യാപകമായി ഉപയോഗത്തിലായ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. നിലവിൽ വിപണിയിൽ ലഭ്യമായ ഭൂരിഭാഗം പുതിയ വാഹനങ്ങളിലും കമ്പനി ഫിറ്റഡ് റിയർ വ്യൂ ക്യാമറ സംവിധാനവുമുണ്ട്. വാഹന സാങ്കേതിക വിദ്യയിലുണ്ടായ മാറ്റങ്ങൾ പരിഗണിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റുകളും കാലാനുസൃതമായി പരിഷ്കരിക്കണമെന്ന ആവശ്യം ഏറെക്കാലമായി ഉയർന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പുതിയ ഇളവ് അനുവദിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ റിയർ വ്യൂ ക്യാമറ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില നിർണായക നിബന്ധനകളും മോട്ടോർ വാഹന വകുപ്പ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പരീക്ഷാർത്ഥികൾ ക്യാമറ മാത്രം ആശ്രയിച്ച് വാഹനം പിന്നോട്ടെടുക്കാൻ പാടില്ല. പരമ്പരാഗത രീതിയിൽ സൈഡ് മിററുകളും ഇൻസൈഡ് റിയർ വ്യൂ മിററും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടായിരിക്കണം വാഹനം നിയന്ത്രിക്കേണ്ടത്. റിയർ വ്യൂ ക്യാമറ ഒരു അധിക സഹായ ഉപാധിയായി മാത്രമേ ഉപയോഗിക്കാവൂ. ടെസ്റ്റിനിടെ ഉദ്യോഗാർത്ഥി പൂർണ്ണമായും ക്യാമറ ഡിസ്പ്ലേയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് വാഹനം നിയന്ത്രിക്കുന്നതായി കണ്ടെത്തിയാൽ അത് അയോഗ്യതയ്ക്ക് കാരണമാകുമെന്നും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. സുരക്ഷിതമായ ഡ്രൈവിംഗ് ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിനൊപ്പം പുതിയ സാങ്കേതിക സൗകര്യങ്ങളുടെ പ്രയോജനവും പരീക്ഷാർത്ഥികൾക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പരിഷ്കാരമെന്നും അധികൃതർ പറയുന്നു. അതിനിടെ സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ ഇനി അധിക നാൾ കാത്തിരിക്കേണ്ടതില്ല എന്ന നിയമവും പുറത്തിറങ്ങിയിരുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ ഉടൻ തന്നെ ലൈസൻസ് ലഭിക്കുന്നതാണ്. പരീക്ഷാർത്ഥികളുടെ ഫലം തത്സമയം സാരഥി സോഫ്റ്റ്വെയറിൽ അറിയാനും സാധിക്കുന്നതാണ്. മോട്ടോർ വാഹന വകുപ്പ് പ്രവർത്തനങ്ങൾ പൂർണ്ണമായി ഡിജിറ്റലാക്കിയതിന്റെ ഭാഗമായാണ് നീക്കം. നേരത്തെ ലൈസൻസ് പ്രിന്റ് ചെയ്തു വരുമ്പോൾ കാലതാമസം നേരിട്ടിരുന്നു. ഇത് ഒഴിവാക്കാനും MVDക്ക് സാധിച്ചു. RC ബുക്ക്, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ തപാൽ വഴി വീട്ടിലേക്ക് അയക്കുന്ന നടപടി നിലവിൽ കേരളത്തിലില്ല. വാഹനം പുതുക്കുകയോ അല്ലെങ്കിൽ പുതിയത് വാങ്ങുകയോ ചെയ്ത വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ ആളുകൾക്ക് RC ബുക്ക് സാരഥി പോർട്ടലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഡ്രൈവിംഗ് ലൈസൻസും ഡിജിറ്റലായി തന്നെ സൂക്ഷിച്ചാൽ മതി. ഇതുകൂടാതെ കേരള മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടപടികൾ കൂടുതൽ സുതാര്യവും കർശനവുമാക്കുന്നതിനായി നിരവധി പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ലേണേഴ്സ് ലൈസൻസ് ഓൺലൈൻ പരീക്ഷയിലെ ചോദ്യങ്ങളുടെ എണ്ണം 20-ൽ നിന്നും 30 ഉയർത്തി. പരീക്ഷ ജയിക്കാൻ 30 ചോദ്യങ്ങളിൽ കുറഞ്ഞത് 18 എണ്ണത്തിന് ശരിയായ ഉത്തരം നൽകണം. ഓരോ ചോദ്യത്തിനും ഉത്തരം നൽകാനുള്ള സമയം 15 സെക്കൻഡിൽ നിന്നും 30 സെക്കൻഡായി വർദ്ധിപ്പിച്ചു. ലേണേഴ്സ് പഠനത്തിനും മോക്ക് ടെസ്റ്റുകൾക്കുമായി MVD ലീഡേഴ്സ് മൊബൈൽ ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളിൽ നിർബന്ധമായും ഡാഷ്ബോർഡ് ക്യാമറകൾ ഘടിപ്പിച്ചിരിക്കണം. ടെസ്റ്റ് നടപടികൾ ഇതിൽ റെക്കോർഡ് ചെയ്യുകയും വിവരങ്ങൾ MVD കമ്പ്യൂട്ടറിലേക്ക് മാറ്റി 3 മാസം വരെ സൂക്ഷിക്കുകയും ചെയ്യും. പരമ്പരാഗത ഗ്രൗണ്ട് ടെസ്റ്റുകൾക്ക് പുറമെ റോഡ് സുരക്ഷ ഉറപ്പാക്കാൻ ആംഗുലർ പാർക്കിംഗ്, പാരലൽ പാർക്കിംഗ്, സിക്സാക് ഡ്രൈവിംഗ്, കയറ്റത്ത് വാഹനം നിർത്തിയെടുക്കൽ എന്നിവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. സാധാരണ കാർ ലൈസൻസ് എടുക്കുന്നതിനായി ഓട്ടോമാറ്റിക് ഗിയറുള്ള വാഹനങ്ങളോ ഇലക്ട്രിക് കാറുകളോ ഉപയോഗിക്കാൻ പാടില്ല. മാനുവൽ ഗിയറുള്ള വാഹനം തന്നെ ഉപയോഗിക്കണം. 2 വീലർ വിത്ത് ഗിയർ വിഭാഗത്തിൽ ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന ബൈക്കുകളിൽ കൈകൊണ്ട് ഗിയർ മാറ്റുന്നവ പാടില്ല. കാൽകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഗിയർ സംവിധാനമുള്ള ബൈക്കുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. വാഹനത്തിന്റെ എഞ്ചിൻ ശേഷി കുറഞ്ഞത് 95 cc ആയിരിക്കണം. ടെസ്റ്റിനും പഠനത്തിനുമായി ഉപയോഗിക്കുന്ന ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളുടെ പഴക്കം 15 വർഷത്തിൽ കൂടാൻ പാടില്ല. ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് ഒരു ദിവസം നടത്താൻ കഴിയുന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം പരമാവധി 30 മുതൽ 40 വരെയായി പരിമിതപ്പെടുത്തിയിരുന്നു. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും മികച്ച ഡ്രൈവിംഗ് സംസ്കാരം വളർത്തിയെടുക്കുന്നതിനും വേണ്ടിയാണ് കേന്ദ്ര മോട്ടോർ വാഹന നിയമ ഭേദഗതികൾക്ക് അനുസൃതമായി ഈ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.